ദിയമോള് ചേച്ചീന്റെ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വിളിച്ചു എന്നുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പം എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാന് ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മള് ഗുരുവായൂർ പോവാണ്. ട്രെയിനിന്റെ ഡ്രൈവർ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മള് ഗുരുവായൂർ പോവാണ് ട്രെയിനിന്. അപ്പൊ നമുക്ക് നേരേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഗുരുവായൂർ പോവാണ് അമ്പലത്തില്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് പോണത്. നമ്മളിവിടുന്ന് നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് വാടാനക്കുറിശി ഇറങ്ങും. അവിടുന്ന് പിന്നെ ബസ്സിനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ദേവ് വന്നില്ല. ദേവുവിന് നാളെ എക്സാം ഉണ്ട്. ഞങ്ങൾ നാളെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദേവ് വന്നില്ല. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇന്ന് പോയേക്കണത്. അപ്പോൾ നമുക്ക് പോവാം. ടിക്കറ്റ് എടുത്ത് പോയിട്ടല്ലേ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാനാവും. ഇവർക്ക് വേണ്ടല്ലോ. ആദ്യ കേട്ടാ ടിക്കറ്റ് എടുത്തു. പിന്നെ ഒരാൾക്ക് 40 രൂപ. പിന്നെ 10:10 ട്രെയിൻ. ട്രെയിനിന്റെ ഡ്രൈവർ മോളെ ബാഗാണ് കുഞ്ഞിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറേ ഫ്രണ്ട്സ്. ഇതാണ് കേട്ടോ അമ്മ. അമ്മമ്മ. ഇതാണ് മാമി. ഇതാണ് അമ്മമ്മ. എല്ലാ ട്രെയിൻ യാത്രയിലും ഉണ്ടാവുന്ന ആളുകളെ. ദേവുവിന്റെ കുറവുണ്ടല്ലേ? ആ, ദേവുവിന്റെ ഒരു കുറവുണ്ട്. ഞങ്ങൾ കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പം ചേട്ടന് പിന്നെ കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോകണം. അപ്പോൾ ദേവുവിന് ആണെങ്കിൽ നാളെ എക്സാമുമാണ്. നമുക്ക് വരാൻ പറ്റില്ല. നമുക്ക് വരാത്ത ടെൻഷനൊന്നുമില്ല. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയേക്കാണ്. പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. നാളെ മൺഡേ ആണ്. സ്കൂളുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ദിയമോളും ആദിമോനും നാളെ സ്കൂളിൽ പോകണില്ല. ആദിമോൻ എന്തൊക്കെയോ ബടായി പറഞ്ഞിരിക്കും. നല്ല പോണത് അവിടെ ഇരിക്കാൻ അപ്പോൾ ഞങ്ങളിവിടെ ട്രെയിൻ ഇറങ്ങിയിരിക്കുന്നതാ. ട്രെയിൻ ഇറങ്ങി വരുന്നത് വാടാനക്കുറിശി.
വാടാനക്കുറിശി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനി ഞങ്ങൾക്ക് ബസ്സിൽ പോകണം ഗുരുവായൂർക്ക്. അപ്പം ബസ് ഇങ്ങോട്ട് ഇവിടെ തന്നെ പോയാൽ മതി. അതൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെ. എപ്പോഴും ഉണ്ട് കേട്ടോ ഗുരുവായൂർക്ക് ബസ്. വരുന്നുണ്ടോ ഗുരുവായൂർക്ക്? അത് ഇവിടെ നിൽക്കണം. അവിടെ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇവിടെ റൂം അറേഞ്ച് ചെയ്ത് തരാം. ഗുരുവായൂർ വന്ന് ഇറങ്ങി, ബസ് വന്ന് ഇറങ്ങി. അപ്പം കറക്റ്റ് സമയം 1:15 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സമയം. അപ്പം ഈ ചോറുണ്ടിട്ട് റൂമിലോട്ട് പോകാമെന്ന് പറയുന്നത്. ഒരു റൂം ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അത് നല്ല വിശക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൻ്റെ എവിടെയോ പരിസരത്താണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. ഈ ചേച്ചീൻ്റെ കൂടെ നടത്തിച്ചില്ലേ? ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് തന്നെ അല്ലേ, അമ്പലക്കുളത്തിൻ്റെ ഓപ്പോസിറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. തൊട്ടടുത്ത് രാവിലെ പോകാൻ നല്ല അമ്പലക്കുളമായിട്ടാണ് കാണുന്നത്. അത് ഫുഡ് കഴിക്കാനാന്ന് തോന്നുന്നു അല്ലേ? വെള്ളം ആദ്യം പനിക്കുന്നുണ്ട് കേട്ടോ. അതാ അമ്പലക്കുളം. ഇത് ഡബിള് നമ്മുടെ അമ്മമ്മേൻ്റെ അല്ലേ? എന്തിനാ നോക്കിയേ? ഹലോ മോളെ, നീ എവിടെയാ? എന്താ പണി? ഞങ്ങള് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ്. മോശമായി പോയി. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണ്ടേ? കുറച്ചു നേരം വർത്താനം പറഞ്ഞോടെ. എപ്പോഴും പഠിച്ച ബോറടിക്കൂലേ? ഇങ്ങനെയൊന്നും പഠിക്കാൻ പാടില്ല. ഇറക്കി കുറച്ച് റെസ്റ്റ് എടുക്കണം. മോളെ ചേച്ചീന്റെ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വിളിച്ചു എന്നുള്ളൂ. എന്താ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ എനിക്ക് പറയാനുള്ളത്? ഈ പറയണ കേൾക്കണുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാന് ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് വരാൻ പറ്റാത്തതില്. അപ്പോൾ നിങ്ങൾ അമ്പലം കാണുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയും കൂടി കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകും. കുറച്ച് ഷോപ്പിങ്സ് ഒക്കെ ഉണ്ടാവും. അമ്പലത്തിൽ പോവും, എന്നിട്ട് ഷോപ്പിംഗ് ചെയ്യും. കണ്ടില്ലേ, ആദ്യമാണിത്. ഗായ്സ് ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞേ.
അമ്പലത്തിൽ പോകുന്നതാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ബസ്സിൽ ഫ്രണ്ട്സ് ഇപ്പം 4:45 സമയം. അപ്പം ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ആദ്യമോനും മുണ്ടാണ് കേട്ടോ, മുണ്ടും ടീഷർട്ടുമാണ് ഇട്ടേക്കണത്. ചേട്ടനൊക്കെ അപ്പുറത്തെ റൂമിൽ ഇപ്പം വന്നതാണ്. തൊഴുതിട്ട് വരാം ഞങ്ങൾ. തൊഴാൻ പോവാണ്. വരി ഉണ്ട് എന്നാണ് ചേട്ടായി പറഞ്ഞത്. ആ ഗ്രില്ലിന്റെ അവിടെ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടായിരുന്നു. ഉണ്ടാക്കുക നടന്നു പോകണുണ്ടോ? ഇപ്പൊ തുറന്നുണ്ട്. അപ്പൊ വരി കുറഞ്ഞു തുടങ്ങിക്കോണം. ഇതിനകത്ത് ഫോണ് കയറ്റാൻ പറ്റില്ല കേട്ടോ. ഫോണ് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല. വരിയല്ലേ? എന്നാലും കുറച്ച് സമയം എടുക്കേണ്ടി വരും. ചേട്ടായി അകത്തോട്ട് വരുന്നില്ല, പുറത്ത് നിൽക്കുകയാണ്. അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ മാത്രമാണ് അകത്തോട്ട് പോകുന്നത്. നിങ്ങളെന്തായാലും ഇറങ്ങി വരുമ്പോൾ ഒരു 1-2 മണിക്കൂർ എടുക്കുമല്ലോ. ഞാൻ കറങ്ങി തിരിഞ്ഞ് റൂമിൽ എവിടെ ഉണ്ടാവും. എവിടെ കണ്ടില്ലേ അവിടെ റിസപ്ഷൻ്റെ അവിടെ ഒന്ന് വിളിച്ചാൽ അവരുടെ ആ റിസപ്ഷനിൽ വന്ന് വിളിച്ചാൽ അവരുടെ നമ്പർ ഉണ്ടാവും. അവരുടെ അടുത്ത് കൊണ്ടുണ്ടാവും. കോട്ടെ, ഇത് നോ എൻട്രി ആണ്. അതിൽ പോയിക്കോ. കല്യാണ മണ്ഡപം ഇത് കേട്ടോ. അല്ല, നിങ്ങളെ റിസപ്ഷൻ എത്തിയിട്ട് വിളിച്ചായി. എന്നെ കണ്ടില്ലെങ്കിൽ റിസപ്ഷനിൽ വിളിച്ചായി. അവരൊപ്പം വിളിച്ചല്ലേ പുറകെ. അപ്പോൾ അവരകത്ത് കയറി. ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഞാൻ പോയിട്ടൊരു കാപ്പി കുടിക്കട്ടെ കേട്ടോ. കാപ്പി കൂടി കഴിഞ്ഞിട്ട് എന്തായാലും 1-2 മണിക്കൂർ എടുക്കും അവർ വരാം. അപ്പം അവർ വരുമ്പോഴേക്കും ഞാൻ കറങ്ങി തിരിഞ്ഞ് ചായ കുടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ തൊഴുതിറങ്ങി. നേരെ ഇത്രയായിട്ടുള്ളൂ കേട്ടോ. 6:45. കുറച്ച് സമയം വൈകിയില്ലേ? ക്യൂ ഉണ്ടായിരുന്നു കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഞാൻ വാട്ടർ കൊണ്ടിങ്ങനെ വന്ന് നിങ്ങളെ നോക്കിയത്. ഞങ്ങൾക്ക് ഇനി കോവിലങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റാണ് ഞങ്ങൾ കയറിയത്. ഞാൻ പറയാൻ നോക്കി. ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കി. അങ്ങനെ കണ്ടില്ല. ഞാൻ ഒരു ചായയും മസാല ബോണ്ടൊക്കെ കഴിച്ചു. ഇല്ല, ഒന്നിനെ വെച്ചിട്ടുള്ളൂ. ഒരു ചായ അവിടെ നമ്മളാ ഇത് തീരുന്നോട് ആ വഴി ചായക്കടയൊക്കെ പരിചയം. എന്ത് ആരെ പ്രവിയൊക്കെ ചെപ്പോടെ വരുമ്പോഴല്ലേ ക്യൂവിലിരുന്നില്ലേ? ആ ആ ആരെ ഫോണെന്നാ വിളിച്ചേ? ആ രാവിലെ ഇവിടെ ഒന്ന് കുളിച്ചാലോ? പക്ഷെ ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. വേണ്ട, ഇങ്ങനെ രണ്ട് കുളിച്ചാൽ മതി. സമയത്തോടെ ഇരിക്കാം. ഫോട്ടോ ആണെങ്കിൽ വെച്ച് പോസ് ചെയ്ത ചായ കുടിക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഞങ്ങൾ. അതെ, ഹോട്ടൽ ദ്വാരക ഉണ്ട്. ചായ
എല്ലാം ചേട്ടായിക്ക് അറിയാം. ഇവിടെ ചായക്കട ഉണ്ടോ കണ്ടി. ഇവിടെ ഭയങ്കര പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോതിരം ഈ അമ്മക്ക് എന്തോ വേണം കുറേ നേരം ഫ്രണ്ട്സ് കച്ചറ ഉണ്ടാക്കണം. ഇവിടെ മുഖം നോക്കോളെ. എന്താ എനിക്ക് വേണ്ടത് പറ. ഇവിടുന്നോ? ഇവിടെ ഇല്ല. ദിയാണക്ക് ഇവിടെ കിട്ടണ എന്തെങ്കിലും പറയൂ ദിയ. റേസർ അവിടെ കിട്ടില്ലേ? ഇവിടെ മാത്രം കിട്ടണ എന്തെങ്കിലും ഉണ്ടാവും. സ്പെഷ്യൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ. റേസർ കട്ടർ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും പറ. ഇവിടെയാണ് റേസർ കണ്ടത്. ഇതാണ് കണ്ട് പല കളറിലെ പേനാണ്. ഇതാണോ വേണ്ടേ? പിന്നെന്താ റൈസർ ഒന്നും ഇവിടെ അല്ല. ഫ്രണ്ട്സ്, ഈ തോക്ക് ഞാൻ കുറേ കാലമായിട്ട് നോക്കി കിടക്കുകയായിരുന്നു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച വലുപ്പത്തിലൊരു തോക്ക് കിട്ടി. ഇതിന്റെ വലിയ വളയില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട വളയില്ല. എന്താണല്ലോ പണ്ടൊക്കെ ഇത് പ്ലാസ്റ്റിക്കിലേന്ന് വള. ദേവിന് വാങ്ങിക്കാല്ലേ ഈ വള? ഞങ്ങളെ പർച്ചേസിങ് കഴിഞ്ഞു. പൈസ കൊടുത്തോ? പൈസ കൊടുത്തില്ലേ? പൈസ കൊടുത്തോ? അമ്മയ്ക്കൊക്കെ കിട്ടിയോ? അമ്മ അതിനൊന്നും വേണ്ട, ഒരു ശബ്ദം മാത്രമേ അമ്മയുടെ വായിന്ന് പുറപ്പെടുവിക്കുള്ളൂ. ഫ്രണ്ട്സ്, ദിയമോള് ദേവ് ഒത്തിരി നാളായി ഇങ്ങനത്തെ പൂ മേടിക്കണം എന്ന് പറയുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണ്. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ലോക്കൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ദിയമോള് പതിവ് പോലെ തന്നെ തെറ്റി. എന്തുകൊണ്ടെന്നാൽ എറേസർ കിട്ടിയില്ല. ബാക്കിയെല്ലാം കിട്ടി, എറേസർ മാത്രം കിട്ടിയില്ല. അതിന് തെറ്റി പോവാണ് ദിയമോള്. ദിയമോൾക്ക് എവിടെ പോയാലും, ഇനിയിപ്പോൾ കാശ്മീർ പോയപ്പോൾ പോലും അവർക്ക് എറേസർ വന്നു. ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടോ, ഇല്ലെങ്കിൽ പിന്നെ മൂട് മാറും. പ്ലാസ്റ്റിക് കൊന്നപ്പോവാണ്. ചുമപ്പും പച്ചയും കൂടെ കെട്ടിയേക്കണത് ഇപ്പം വാങ്ങി മതിയാവും. അതിനിപ്പോൾ പോവാണെങ്കിൽ പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. രാത്രിക്കത്തെ ഫുഡ് അല്ലേ? മസാല ദോശ ആയിരിക്കും അല്ലേ? ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തിരിക്കുന്നത്. ദിയമോളും നെയ് റോസ്റ്റാണ്, ചേട്ടായി നെയ് റോസ്റ്റാണ്, അവരൊക്കെ മസാല ദോശയാണ്. ഞാനുണ്ട് ചമ്മന്തി സാമ്പാർ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ എല്ലാ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലോട്ട് പോവാം. അപ്പം എവിടെ ചെയ്യാ എന്തായാലും പറ. എനിക്കൊന്നും പറയാനില്ല. കണ്ടോ, എപ്പോഴും നീ ഇങ്ങനെ തന്നെയാണ്. ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തോന്നൂല അല്ലേ നമുക്ക്? എൻ്റെ ദേവുമോൾ എന്ത് പാവന്നറിയോ. അപ്പോൾ ഫ്രണ്ട്സ്,
നമ്മുടെ ഗുരുവായൂർ ട്രിപ്പ് അപ്പം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ദേവു ഇല്ലാത്തതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ദേവിന് നാളെ ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്. അപ്പം അവൾക്ക് അവളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് ഹാപ്പിയാണ് അവൾ. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പിയാണ്. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഞങ്ങൾ പിന്നെ രാവിലെ മോർണിംഗിൽ തൊഴും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കായിട്ട് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിയമോള് കുറച്ച് പിണക്കത്തിലാണ്, അതുകൊണ്ടാണ് നിയമോള് വൈൻഡപ്പ് എടുക്കാൻ നിയമോക്ക് ഇത്ര ടൈറ്റ്. ഇനി നിയമോള് പറയും വീഡിയോ എന്താ പറയാന്ന് പറഞ്ഞോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് അങ്ങനെ പറഞ്ഞു ഞാൻ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, വിഷമിച്ച് പറഞ്ഞു. അതെ ഹാപ്പി ആയിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.